ഹായ് ഹലോ മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കിരണും കല്യാണിയും കൂടി സംസാരിക്കുകയാണ് അവരുടെ അമ്മയോട്. പ്രകാശൻ്റെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് പറയുകയാണ്. പ്രകാശൻ കാദംബരിക്കും കുഞ്ഞിനും കല്യാണിക്കും ഒക്കെ ഡ്രസ്സ് എടുത്ത് കൊടുത്ത കാര്യം സംസാരിക്കുകയാണ്. പ്രകാശൻ്റെ മാറ്റത്തെക്കുറിച്ച് അങ്ങനെ സംസാരിച്ച് അവർക്ക് സംശയമുണ്ട്. പ്രകാശം ഇനി വന്നാൽ ഇനി അടുപ്പിക്കരുത് എന്നൊക്കെ പറയാണ്. വീട്ടിൽ പോലും അടുപ്പിക്കരുത്, ഓഫീസിലും കയറ്റരുത് എന്നൊക്കെ പറയാണ്. കല്യാണിയാണെങ്കിൽ കുട്ടിക്ക് കൊടുത്ത ഉടുപ്പ് തീയിട്ട് കത്തിച്ച് കളഞ്ഞു. പിന്നീട് പ്രകാശൻ റോട്ടിൽ കൂടി നടന്നു പോകുന്ന അമ്മയെ കാണുകയാണ്. അമ്മയെ കണ്ടിട്ട് പ്രകാശൻ പറയാണ്, അമ്മേ ഞാൻ ആകെ മാറി. ഞാൻ കല്യാണി മോളെയും കാദംബരിയൊക്കെ സ്നേഹിച്ച് തുടങ്ങി. എനിക്ക് അവരോട് സ്നേഹമാണ്, ഞാൻ എൻ്റെ അഭിനയമല്ല, ആരും എന്നെ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ അമ്മ പറയാണ്, നീ പ്രകാശ, നീ ആ കുട്ടികളെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറയാണ്. നീ നിൻ്റെ മോനെ വിക്രമത്തിന് ഇറക്കാൻ വേണ്ടി നീ പലതും അഭിനയിക്കുകയാണ്. നീ അവന് വേണ്ടി നീ ഇങ്ങനെയൊക്കെ ചെയ്യാണ് എന്നൊക്കെ അമ്മ പറയാണ്. നീ ഒരിക്കലും മാറില്ല, നിനക്ക് നന്നാവാൻ പറ്റില്ല എന്നൊക്കെ പറയാണ്. എന്നിട്ട് പ്രകാശൻ കീശയിലിരിക്കുന്ന കല്യാണിയുടെ ഫോട്ടോ അമ്മയെ കാണിക്കുകയാണ്. അമ്മ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന്. അപ്പോൾ ഞാൻ കാദംബരിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാ എന്ന് പറയാണ്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, നീ എന്താടാ സഹതാപം കാണിച്ച് നടക്കുകയാണോ, നീ അവരെ കരയിപ്പിക്കാൻ നടക്കുകയാണോ എന്നൊക്കെ പറയാണ്. അപ്പോൾ അമ്മയോട് ചോദിക്കുകയാണ്, ഞാനിങ്ങനെ അവൻ കാരണക്കാരൻ ആരാ? അമ്മയല്ലേ, അമ്മ മാറിയില്ലേ, അതുപോലെ തന്നെ എനിക്കും മാറാൻ പറ്റും എന്നൊക്കെ പറയാണ് പ്രകാശൻ അമ്മയോട് പറയാണ്, ഞാൻ വിക്രത്തെ കാണാൻ പോയപ്പോൾ അവൻ എന്നോട് എന്തൊക്കെ പറഞ്ഞത് പെരുമാറിയതൊക്കെ എനിക്ക് അന്നാണ് മനസ്സിലായത്, ഇവൻ ആൾ ശരിയല്ല എന്നൊക്കെ. അപ്പോൾ ഇനി ഞാൻ കല്യാണി മോളെ സ്നേഹിക്കണം, കാദംബരിയെ സ്നേഹിക്കണം എന്നൊക്കെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് എന്ത് പറ്റിയെന്നറിയില്ല അമ്മ, എനിക്ക് എൻ്റെ മക്കളെ സ്നേഹിക്കണം, ഒരു ദിവസം സ്നേഹിക്കണം എന്നൊക്കെ പ്രകാശൻ കരഞ്ഞുകൊണ്ട് പറയാണ്. അപ്പോൾ പ്രകാശനോട് അമ്മ പറയാണ്, നീ പറഞ്ഞത് സത്യമാണ്, നിന്നെ അവൻ കൊല്ലാതെ കൊല്ലും, അവൻ അങ്ങനെയാണ് എന്നൊക്കെ പറയാണ്. ഒടുവിൽ പ്രകാശനോട് അമ്മ പറയാണ്, നീ കാരണം എൻ്റെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ വയസ്സുകാലം ഞാൻ ജയിലിലായിരിക്കുമെന്ന്, അത് എന്നെക്കൊണ്ട് നീ ചെയ്യിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അമ്മ അങ്ങനെ പോവുകയാണ്. മുത്തശ്ശി വീട്ടിൽ വന്നതിന് ശേഷം കല്യാണി മുത്തശ്ശിക്ക് പ്രകാശം വാങ്ങിക്കൊടുത്ത കല്ലുമോൻ്റെ ഡ്രസ്സ് കാണിച്ചു കൊടുക്കാൻ മുറ്റത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് കത്തിക്കരിഞ്ഞ ആ ഡ്രസ്സ് കാണിച്ചു കൊടുത്തിട്ട് കല്യാണി പറയാണ്, ഇതാ. ഒടുവിൽ പ്രകാശൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കടന്ന് എന്നോട് ദേവി പൊറുക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്